എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ യോഗ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ജീവിതശൈലിയിൽ നിരവധി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ആദ്യം മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. സമ്മർദ്ദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മാനസികാവസ്ഥയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് യോഗ ചെയ്യുക എന്നത്. യോഗ ചെയ്യുന്നതിലൂടെ ഡോപാമൈൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻസ് തുടങ്ങിയ ചില രാസവസ്തുക്കൾ പുറത്തുവിടാൻ ഇത് തലച്ചോറിനെ സജീവമാക്കുന്നു. യോഗ പരിശീലിക്കുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്നാമതായി, ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ അവരുടെ ഹോർമോണുകളിൽ ശ്രദ്ധ ചെലുത്തണം. ഈസ്ട്രജൻ വളരെ കുറവോ വളരെ കൂടുതലോ ആണെങ്കിൽ, ടെസ്റ്റോസ്റ്റിറോൺ ശരിയായ അനുപാതത്തിലല്ലെങ്കിൽ ഇത് ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളും ഇടയാക്കും. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. PCOS, PCOD എന്നും അറിയപ്പെടുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് ഗർഭധാരണത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. യോഗ പരിശീലിക്കുന്നതിൻ്റെ വിവിധ ആരോഗ്യ ഗുണങ്ങളിൽ ഹോർമോൺ അളവ് നിയന്ത്രിക്കുന്നത് പ്രധാനമാണ്. യോഗ സ്ത്രീകളിൽ ആർത്തവത്തെ നിയന്ത്രിക്കുകയും അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി, നിങ്ങൾ മിക്കവാറും ഉദാസീനമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും നേരിടേണ്ടി വരും. സജീവമായ ഒരു ജീവിതശൈലി നിലനിർത്തുന്നതിൽ പ്രധാന കാര്യങ്ങളിലൊന്ന് ഊർജം നില എപ്പോഴും ഉയർന്നതാണെന്ന് ഉറപ്പാക്കുക എന്നതാണ്. ശാരീരിക ക്ഷമതയും സജീവവും നിലനിർത്തുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തെ സുഗമമായും കാര്യക്ഷമമായും നിലനിർത്തും. ഫെർട്ടിലിറ്റി ലെവലിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. യോഗ പതിവായി ചെയ്യുമ്പോൾ രക്തപ്രവാഹം ക്രമപ്പെടുത്തുമെന്ന് ഉറപ്പാക്കുന്നു. നിങ്ങളുടെ നാഡീവ്യൂഹം ഒപ്റ്റിമൽ അവസ്ഥയിലാണ് എളുപ്പത്തിൽ ഗർഭം ധരിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ മൂന്നാമതായി, ഗർഭം ധരിക്കാനുള്ള തയ്യാറെടുപ്പിൽ പലപ്പോഴും അമിതമായ മാനസിക സമ്മർദ്ദം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിനാൽ പ്രാണായാമം, ധ്യാനം എന്നിവ എല്ലാ ദിവസവും കുറഞ്ഞത് 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. പ്രാണായാമം ശരീരം കൂടുതൽ ഫിറ്റ് ആയിരിക്കാൻ സഹായിക്കും. നാലാമതായി, യോഗ ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. യോഗാസനങ്ങളുടെ ശാരീരിക അഭ്യാസം കോശങ്ങളുടെ ഓക്സിജൻ വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നു. ധ്യാനത്തിലൂടെയും ശ്വസന വ്യായാമങ്ങളിലൂടെയും പരിശീലിക്കുന്ന വിശ്രമം രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. കഴിയുന്നത്ര യോഗ പരിശീലിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രയോജനകരമാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഗർഭം ധരിക്കാൻ ശ്രമിക്കുമ്പോൾ. യോഗ സ്വാഭാവികമായും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.